എല്ലാ ഞായറാഴ്ചകളും പള്ളിയിൽ പോകുന്ന പല വിശ്വാസികളും അഹങ്കാരികളായി മാറും എന്നാണ് ഇന്നത്തെ വീഡിയോ പ്രസന്റേഷൻ നമ്മൾ ചെയ്യുന്നത്. കാരണം കുമ്പസാരം കുർബാനയൊക്കെ കഴിഞ്ഞ് ഫെലോഷിപ്പ് ഹാളിലോട്ട് ഹലോ പറയുകയോ അല്പം നല്ല സൗഹൃദ സംഭാഷണം ചെയ്യുന്നതിനോ പകരം എല്ലാ ആഴ്ചയിലും പള്ളിയിൽ വരാത്തവരെ കുറ്റപ്പെടുത്തുക, അപമാനിക്കുക, ഇൻസൾട്ട് ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ദേഷ്യത്തിൽ നോക്കും, അല്ലെങ്കിൽ ഒരു പുച്ഛത്തോടെ നോക്കും. ഇങ്ങനെയുള്ള പല അനുഭവങ്ങളും എനിക്കും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഒരു വീഡിയോ പ്രസന്റ് ചെയ്യുന്നത്. പക്ഷെ അത് ഒരു തരത്തിൽ ഈ വീഡിയോ വാച്ച് ചെയ്യുന്നവർക്ക് അതൊരു നല്ല പാഠമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ആത്മീയതയിൽ ഞാൻ കണ്ട ഏറ്റവും വലിയ അപകടം, പ്രാർത്ഥിക്കുന്ന പല മനുഷ്യരും ഭൂലോക അഹങ്കാരിയാകുക. പ്രാർത്ഥിക്കുന്നവരെ പോലെ പലപ്പോഴും അഹങ്കാരികളായി മാറുന്നത്. ഞാൻ പ്രാർത്ഥിക്കും, നിങ്ങൾ എത്ര മണിക്കൂറാണ് പ്രാർത്ഥിക്കും? പ്രാർത്ഥന നമ്മളെ അഹങ്കാരിയാക്കരുത്. പ്രാർത്ഥന നമ്മളെ വിനയപ്പെടുത്തണം. ഇതിനെ സ്പിരിച്വൽ പ്രൈഡ് എന്ന് പറയും. ഭയങ്കര അപകടമാണ്. എന്നെ വിശുദ്ധി അളക്കേണ്ടത് പാവം പിടിച്ച ഒരുത്തൻ്റെ ദേഹത്തോട്ട് കോവേണി വെച്ചിട്ടല്ല, ക്രിസ്തുവുമായിട്ട് കമ്പയർ ചെയ്യണം. നമ്മുടെ അത്യന്തിക ലക്ഷ്യം യേശുവെ പോലെ ആകുകയാണ്. വിശുദ്ധിയിൽ വളരും തോറും വിനയപ്പെടും. ആ വിനയത്തിൽ വളരുന്നത് ഇനി ഞാൻ വളരാനുണ്ടെന്നുള്ള ബോധ്യമാണ്. മാത്രമല്ല, കർത്താവെ വീഴാതെ നിർത്തിയത് ദൈവമാണെന്നുള്ള ബോധ്യമാണ്. അതെപ്പോഴും ഓർത്തോണം. നമ്മുടെ പ്രാർത്ഥനയുടെ കൊണ്ടുകൊണ്ടൊന്നും അല്ല നാം നിന്നത്, ദൈവത്തിൻ്റെ മഹാദയ കൊണ്ടാണെന്നുള്ള തിരിച്ചറിവ്. മനസ്സിലാവുന്നുണ്ടോ? എന്നിലും ശക്തർ, എന്നിലും ഭക്തർ വീണ് തകർന്ന ഈ പോർക്കളത്തിൽ കാണുന്നു ഞാൻ അസ്ഥികൂടങ്ങൾ വീരപുമാൻകളിൽ വീണവരിൽ. എന്നാൽ യാഹേ, നീ എൻ്റെ ദൈവം, വീഴാതെ വണ്ണം നമ്മെ സൂക്ഷിച്ച ദൈവത്തിന് നന്ദി പറഞ്ഞോണം. ആരും ഞാൻ ഒരു ആളും വഴക്കുണ്ടാക്കിയെന്ന് കേൾക്കുമ്പോഴോ ഒരു പ്രശ്നം കാണുമ്പോഴോ അവരെ കുറ്റപ്പെടുത്തത്തില്ല. കാരണം അതിനും മോശപ്പെട്ട ഒരു വ്യക്തി എൻ്റെ അകത്ത് കിടപ്പുണ്ട്. പക്ഷെ എന്നെ നിർത്തിയത് തമ്പുരാന്റെ മഹാദയാണ്. അതുകൊണ്ട് പ്രാർത്ഥനയിൽ നമുക്കുണ്ടാകേണ്ട എന്താണ്? രൂപാന്തരം ഉണ്ടാകണം. ഈ വിശ്വാസികൾ അവരവരുടെ കാര്യം നോക്കുക എന്നുള്ളത്, മറ്റുള്ളവരെ ക്വസ്റ്റ്യൻ ചെയ്യലല്ല നിങ്ങളുടെ പണി. വിശ്വാസം കൊണ്ട് അഹങ്കാരികളാകരുത്. മറ്റുള്ളവർ വരാതിരിക്കോ വരികയോ കുമ്പസാരിക്കോ കുർബാന കൈക്കൊള്ളു എന്തുമാകട്ടെ, അതൊരു അഹങ്കാരത്തിലേക്ക് നിങ്ങളെ വഴി നടിക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് TN Global. See you next time.